സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉച്ചകോടി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? വേണു, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് എന്ന നിലയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് കേരള സർക്കാരിന്റെയും കായിക വകുപ്പിന്റെയും ആലോചന. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയും തകൃതിയായി നടക്കുകയാണ്. ഏറ്റവും വലിയ നിലയിൽ ഇത് സംഘടിപ്പിക്കുക, അത് ആദ്യത്തേത് എന്ന് തോന്നാത്ത വിധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കായിക വകുപ്പിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ പറയുകയും ചെയ്തു. വലിയ നിലയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4 ദിനം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ 13 വിഷയങ്ങളിലായി 106 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം സെമിനാറുകൾ ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എക്സിബിഷനുകളും ഫിലിം ഫെസ്റ്റിവലുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവലുകൾ പ്രധാനമായും സംഘടിപ്പിക്കുന്നത് അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളുടെ ഒരു പ്രദർശനമാകും. അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട സിനിമകൾ മറ്റ് രാജ്യക്കാർക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സ്പോർട്സിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒപ്പം തന്നെ ഈ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് വിവിധ തലത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. KCA ആണ് പ്രധാനമായി 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അത് ഈ ഉച്ചകോടിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്, ഒന്ന്, കൊച്ചി കേന്ദ്രീകരിച്ചൊരു രാജ്യാന്തര സ്റ്റേഡിയം ക്രിക്കറ്റിന് വേണ്ടി മാത്രമായി ഉണ്ടാകണം. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയം, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ അടുത്ത 33 വർഷത്തേക്കുള്ള ഉടമസ്ഥാവകാശം പൂർണ്ണമായും KCAക്ക് നൽകണമെന്ന് ഈ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കേരളത്തിന്റെ ഒരു കായിക വിഭവശേഷി രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം. വേണു, സലിം മാലിക്കാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.